Welcome to Focus Area Class Organic Chemistry Basic Principles and Techniques. ഈ ടോപ്പിക്കിലെ അഞ്ചാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ ഫോക്കസ് ഏരിയ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. രണ്ട്, ഐസോമെറിസം. മൂന്ന്, ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അടുത്തത്, ഡിറ്റക്ഷൻ ഓഫ് അതർ എലമെന്റ്സ്, ടെസ്റ്റ് ഫോർ നൈട്രജൻ. ലാസ്റ്റ് വൺ, എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ആദ്യത്തെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചതാണ്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാം. നോക്കൂ, ഈ കോമ്പൗണ്ടിൻ്റെ പേര് COOH. ഇത് കാർബോക്സിലിക് ആസിഡാണ്. COOH എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡാണ്. കാർബോക്സിലിക് ആസിഡ് വന്നാൽ പേര് ഓയിക് ആസിഡ് എന്ന് അവസാനിക്കണം. ഓയിക് ആസിഡ്, ഓയിക് ഉണ്ടാവും. ഓയിക് ആസിഡ് എന്ന് അവസാനിക്കണം. ഓയിക് ആസിഡ് എന്നാണ് അവസാനിക്കേണ്ടത്. ഇനി എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ ആണ് ഉള്ളത്. ഒരു കാർബൺ ആണെങ്കിൽ അത് മീഥെയ്ൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ ഡെറിവേറ്റീവാണ്, അല്ലേ? അപ്പം മീഥെയ്ൻ എന്നുള്ളതിലെ ഈ കളഞ്ഞു, പകരം ഓയിക് ആസിഡ് എന്ന് ഫിറ്റ് ചെയ്തു. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്ത് വന്നു? മെഥനോയിക് ആസിഡ്. അപ്പോൾ HCOOH ഇതിൻ്റെ IUPAC നെയിമാണ് മെഥനോയിക് ആസിഡ്. കോമൺ നെയിം എന്താണ്? ഫോമിക് ആസിഡ്. ഫോമിക്, ഫോമിക്ക എന്നുള്ള ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം ഉറുമ്പ് എന്നാണ്. ആൻറ്റ്, ഉറുമ്പിലുള്ള ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരം തടിച്ച് വീങ്ങാനും ചൊറിച്ചിലുണ്ടാവാനും കാരണം ഫോമിക് ആസിഡ് കുത്തിവെക്കുന്നതുകൊണ്ടാണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ, CH3COOH. ഓയിക് ആസിഡ് എന്ന് അവസാനിക്കണം. ഓയിക് ആസിഡ് എന്നാണ് അവസാനിക്കേണ്ടത്. ഓയിക്. COH എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡാണ്. ഓയിക് ആസിഡ് എന്ന് അവസാനിക്കണം. രണ്ട് കാർബൺ ആറ്റമാണ് ഉള്ളത്. അപ്പോൾ ഈഥെയ്ൻ എന്നുള്ളതിലെ ഈ ഒഴിവാക്കി ഓയിക് ആസിഡ് എന്ന് കൊടുക്കുക. എഥനോയിക് ആസിഡ്. ഇതിൻ്റെ കോമൺ നെയിമാണ് അസറ്റിക് ആസിഡ്. CH3COOH. IUPAC നെയിം എന്താണ്? എഥനോയിക് ആസിഡ്. കോമൺ നെയിം എന്താണ്? അസറ്റിക് ആസിഡ്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇങ്ങനെ എഴുതി കാണുമ്പോൾ ഒരു സംശയം തോന്നും, ഇത് OH ആണോ, അല്ലേ? ഇത് ആൽക്കഹോൾ ആണോ, ഇത് കീറ്റോൺ ആണോ? അങ്ങനെയല്ല, ഇത് COOH ആസിഡാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയതാണ്. COOH ഇത് ആസിഡാണ്. അപ്പോൾ ഇവിടെ 1, COH ഗ്രൂപ്പിനാണ് പ്രാധാന്യം. ഇവിടെ 1 നമ്പർ കൊടുക്കുക, 1. ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ മൂന്നാമത്തെ കാർബണിൻ്റെ മേലെയാണ് ക്ലോറിൻ. അപ്പോൾ 3 ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ്. കാരണം 3 കാർബണാറ്റാണ് ഉള്ളത്, 1, 2, 3. അപ്പോൾ 3 ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ്. ഈ കോമ്പൗണ്ടൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഫോക്കസ് ഏരിയയിലേക്ക് പോവുകയാണ്. ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് എ നോട്ട് ഓൺ ഐസോമെറിസം. എന്താണ് ഐസോമറുകൾ? മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ സ്ട്രക്ചേഴ്സ് ഡിഫറൻ്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെയാണ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് ആർ നോൺ ആസ് ഐസോമേഴ്സ്. സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ്. ഇത്തരത്തിൽ വരുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഐസോമേഴ്സ്. ഇങ്ങനെ ഐസോമേഴ്സ് ഉണ്ടാകുന്ന ഈ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഐസോമെറിസം. ദ ഫിനോമിനൻ ഈസ് നോൺ ആസ് ഐസോമെറിസം. അടുത്ത പോയിന്റ്, 2 ടൈപ്പ് ഐസോമെറിസം ഉണ്ട്. ദർ ആർ 2 ടൈപ്പ് ഓഫ് ഐസോമെറിസം. ഒന്ന് ഏതാണ്? സ്ട്രക്ചറൽ ഐസോമെറിസം. രണ്ടാമത്തത് സ്റ്റീരിയോ ഐസോമെറിസം.
ഇപ്പം രണ്ട് തരം ഐസോമറിസം ഉണ്ട്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസം, മറ്റൊന്ന് സ്റ്റീരിയോ ഐസോമറിസം. സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ടാവാൻ കാരണം എന്താണ്? സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് ആണ്. സ്ട്രക്ചറൽ ഐസോമറിസം എറൈസസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ സ്ട്രക്ചർ. സ്ട്രക്ചർ മാറിയാൽ സ്ട്രക്ചറൽ ഐസോമറിസമായി. എങ്ങനെയാണ് സ്ട്രക്ചർ മാറുന്നത്? ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്താൽ സ്ട്രക്ചർ മാറും. അപ്പോൾ സ്ട്രക്ചർ ഡിഫേഴ്സ് ബൈ ദ ഡിഫറൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് വിത്തിൻ ദ മോളിക്യൂൾ. അതുകൂടെ എഴുതാം, വിത്തിൻ ദ മോളിക്യൂൾ. അപ്പം മോളിക്യൂളിൻ്റെ ഉള്ളിലെ ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ ഡിഫറൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ സ്ട്രക്ചർ മാറും, അല്ലേ? ഡിഫറൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ സ്ട്രക്ചർ മാറും. ഇപ്പം ലെറ്റേഴ്സ് ജി കഴിഞ്ഞ് ഒ വെച്ചു, ഒ കഴിഞ്ഞ് ഡി വെച്ചു, ഗോഡ് എന്ന് വായിക്കാം. അറേഞ്ച്മെൻറ്റ് മാറ്റിയാലോ? ഡി ആദ്യം വെച്ചു, പിന്നെ ഒ രണ്ടാമത് വെച്ചു, ജി മൂന്നാമത് വെച്ചാൽ അത് ഡോഗ് എന്നായിട്ട് മാറി. അപ്പം അറേഞ്ച്മെൻറ്റ് മാറിയാൽ അർത്ഥം മാറി, പ്രോപ്പർട്ടി മാറി, അല്ലേ? അതുപോലെ തന്നെയാണ് മോളിക്യൂളിൻ്റെ ഉള്ളിലെ ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്താൽ സ്ട്രക്ചർ മാറും. സ്ട്രക്ചർ മാറിയാൽ പ്രോപ്പർട്ടി മാറും. So structural isomerism arises due to the difference in structure. Structure differs by the different arrangement of atoms or groups within the molecule. Okay. സ്റ്റീരിയോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്പേസ് എന്നാണ്. സ്പേസ്. ഇപ്പം സ്പേസിലെ അറേഞ്ച്മെൻറ്റ് വ്യത്യാസം വന്നാൽ ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ സ്പേസിൽ വ്യത്യസ്തമായിട്ട് അറേഞ്ച് ചെയ്താൽ ഉണ്ടാകുന്ന ഐസോമറിസമാണ് സ്റ്റീരിയോ ഐസോമറിസം. ഈ സന്ദർഭത്തിൽ നമുക്കത് പഠിക്കാനില്ല, നമുക്ക് സ്ട്രക്ചറൽ ഐസോമറിസം മാത്രമേ പഠിക്കാനുള്ളൂ. അത് പല ടൈപ്പുണ്ട്, കൂടുതൽ വിശദീകരിച്ചിപ്പോൾ പറയുന്നില്ല. നോക്കൂ, ഐസോമറിസം രണ്ട് ടൈപ്പ്: സ്ട്രക്ചറൽ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസം. സ്ട്രക്ചറൽ ഐസോമറിസം നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ചെയിൻ ഐസോമറിസം ഉണ്ട്, ചെയിൻ. അടുത്തത് പൊസിഷൻ ഐസോമറിസം, പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം അല്ലെങ്കിൽ ഫങ്ഷണൽ ഐസോമറിസം. നാലാമത്തത് മെറ്റാമറിസം. സ്റ്റീരിയോ ഐസോമറിസം രണ്ട് ടൈപ്പ് ഉണ്ട്. ജോമെട്രിക്കൽ ഐസോമറിസം, അതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ജോമെട്രിക്കൽ ഐസോമറിസം, മറ്റൊന്ന് ഓപ്റ്റിക്കൽ ഐസോമറിസം. ഈ സ്റ്റീരിയോ ഐസോമറിസം നമ്മളിപ്പോൾ ഒട്ടും പഠിക്കുന്നില്ല. ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറൽ ഐസോമറിസമാണ്. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമറിസം ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ചെയിൻ, പൊസിഷൻ, ഫങ്ഷണൽ, മെറ്റാമറിസം. ഓരോന്നായിട്ട് നോക്കാം. ചെയിൻ ഐസോമറിസം. ചെയിൻ ഐസോമറിസം arises due to the difference in the number of carbon atoms in the parent chain. പേരന്റ് ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ ചെയിനിൻ്റെ നീളത്തിൽ വ്യത്യാസം ഉണ്ടാവും. പേരന്റ് ചെയിനിൻ്റെ നീളത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ഐസോമറിസമാണ് ചെയിൻ ഐസോമറിസം. സോ ചെയിൻ ഐസോമറിസം arises due to the difference in the number of carbon atoms in the parent chain. അതായത് പേരന്റ് ചെയിനിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ ചെയിനിൻ്റെ ലെങ്ത്ത് വ്യത്യാസം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. C5H12, ഇത് പെൻറ്റേൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. C5H12 നമുക്ക് വരച്ച് നോക്കാം, അല്ലേ? ഇങ്ങനെ വരച്ചാൽ നോർമൽ പെൻറ്റേൻ, അല്ലേ? ബ്രാഞ്ച് ഒന്നും ഇല്ലാതെ വരച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോർമൽ പെൻറ്റേൻ ആണ്. പേരന്റ് ചെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ട്. ഇവിടെ നോക്കൂ, പേരന്റ് ചെയിനിൽ 4 കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. അതായത് ഐസോപെൻറ്റേൻ ആണത്. 2-methyl butane എന്നാണ് ശരിയായ പേര്. നമ്മൾ പഠിച്ച എക്സാമ്പിൾസ് ആണ്. ഇവിടെ പേരന്റ് ചെയിനിൽ 4 കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ, അല്ലേ? ഇപ്പോൾ പേരന്റ് ചെയിനിൻ്റെ നീളത്തിൽ വ്യത്യാസമുണ്ട്. ഇവിടെ 4 കാർബൺ ആറ്റമുള്ള ചെയിനാണ് ഏറ്റവും നീളം കൂടിയ ചെയിൻ. ഈ CH3 സബ്സ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടുത്തെ പേരന്റ് ചെയിനിൽ 3 കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. 1, 2, 3 കണ്ടോ? പേരന്റ് ചെയിനിൽ 3 കാർബൺ ആറ്റം, 2 CH3 സബ്സ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് നിയോപെൻറ്റേൻ ആണ്. അതിൻ്റെ ശരിയായ പേര് 2,2-dimethyl propane. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷെ എന്താണ് വ്യത്യാസം? പേരന്റ് ചെയിനിൻ്റെ നീളത്തിൽ വ്യത്യാസമുണ്ട്. പേരന്റ് ചെയിനിലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്.
ഇത്തരത്തിലുണ്ടാകുന്ന ഐസോമറിസത്തെ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമറിസം. ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. ക്ലാസ് പെട്ടെന്ന് തീർക്കാൻ ഓരോ എക്സാമ്പിൾ വീതമേ പറയുന്നുള്ളൂ, ശ്രദ്ധിക്കുക. ഇപ്പോൾ പെൻറ്റെയിൻ എന്നുള്ളതിൻ്റെ ഐസോമേഴ്സാണ് കണ്ടത്, C5H12. ഇപ്പം ബ്യൂട്ടൈൻ ആണെങ്കിൽ നോർമൽ ബ്യൂട്ടൈനുമുണ്ട്, ഐസോ ബ്യൂട്ടൈനുമുണ്ട്. നിങ്ങൾക്ക് വരച്ച് നോക്കാം. നോർമൽ ബ്യൂട്ടൈൻ, ഐസോ ബ്യൂട്ടൈൻ. കണ്ടോ പെൻറ്റെയിൻ. ഈ കോമ്പൗണ്ടുകൾ എഴുതാൻ നമ്മൾ പഠിച്ചതാണ്. നോർമൽ, ഐസോ, നിയോ എങ്ങനെയാണ് വന്നത് എന്ന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ, അപ്പം എന്തായാലും ചെയിൻ ഐസോമറിസം നമുക്ക് മനസ്സിലായി. പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. പൊസിഷൻ ഐസോമറിസം arises ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറിയാൽ ഉണ്ടാകുന്ന ഐസോമറിസമാണ് പൊസിഷൻ ഐസോമറിസം. ഇവിടെ നോക്കൂ, OH ഗ്രൂപ്പ് ഒന്നാമത്തെ കാർബണിന്റെ അവിടെയാണ് അല്ലേ? അപ്പം അതിൻ്റെ പേര് ബ്യൂട്ടൈൻ 1-ol. 4 കാർബണാറ്റമാണ് ഉള്ളത്. ബ്യൂട്ടൈൻ 1-ol. പേരിടാൻ ഇപ്പോൾ നമുക്കറിയാം, അതുകൊണ്ടാണ് വിശദമായി പറയാത്തത്. ബ്യൂട്ടൈൻ 1-ol. ഇവിടെ നോക്കൂ, OH ഗ്രൂപ്പ് രണ്ടാമത്തെ കാർബണിന്റെ അവിടെയാണ്, ബ്യൂട്ടൈൻ 2-ol. അപ്പോൾ ബ്യൂട്ടൈൻ 1-olഉം ബ്യൂട്ടൈൻ 2-olഉം ഏതിന് എക്സാമ്പിളാണ്? പൊസിഷൻ ഐസോമറിസമാണ് അല്ലേ? ദീസ് ടു കോമ്പൗണ്ട്സ് ഡിഫർ ഇൻ ദ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ബ്യൂട്ട് 1-ene, ബ്യൂട്ട് 2-ene. അടുത്ത എക്സാമ്പിളാണ് 1-chloropropane ആൻഡ് 2-chloropropane. അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ടാക്കാം. തൽക്കാലം ഒരെണ്ണമേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നുകൂടെ നോക്കാം. C3H7Cl ഇതിൻ്റെ ഐസോമർ നോക്കൂ. C3 3 കാർബൺ ആറ്റം, 1 ക്ലോറിൻ, പിന്നെ 7 ഹൈഡ്രജൻ. കണ്ടോ? 1-chloropropane, 2-chloropropane. ക്ലോറിൻ്റെ പൊസിഷൻ മാറി. ഇവിടെ ഒന്നാമത്തെ കാർബണിൻ്റെ മേലെയാണ്, ഇവിടെ രണ്ടാമത്തെ കാർബണിൻ്റെ മേലെയാണ്. അപ്പോൾ 1-chloropropane-ഉം 2-chloropropane-ഉം എന്തിന് ഉദാഹരണമാണ്? പൊസിഷൻ ഐസോമറിസത്തിന് ഉദാഹരണമാണ്. ഓക്കെ, 2 തീർന്നു. അടുത്തത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം arises ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസം വന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസമാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം arises ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. നോക്കാം നമുക്ക്. C2H6O ഈ ഫോർമുല വരുന്ന 2 കോമ്പൗണ്ടുകൾ ഉണ്ടോ? CH3 CH2OH. 2 കാർബൺ, 6 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. നോക്കിക്കോളൂ, ഇതിൻ്റെ പേര് എത്തനോൾ എന്നാണ്. ഇതേ ഫോർമുല വരുന്ന മറ്റൊരു കോമ്പൗണ്ട് നോക്കൂ, CH3OCH3. ഇതിൻ്റെ പേര് നമുക്കറിയില്ല. ഇതിൻ്റെ പേര് കോമൺ നെയിം എഴുതിയിട്ടുണ്ട്. ഇത് മീഥൈൽ ഗ്രൂപ്പാണ്, ഇതും മീഥൈൽ ഗ്രൂപ്പാണ്. 2 മീഥൈൽ ഗ്രൂപ്പ് ഓക്സിജന്റെ 2 സൈഡിലുമുണ്ട്. ഡൈമീഥൈൽ ഈതർ എന്നാണ്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെ ഈതർ എന്നാണ് വിളിക്കുക. ഈതർ നല്ല സോൾവൻസ് ആണ് ഇവ. ഈതർ എന്നാണ് വിളിക്കുക. IUPAC നെയിം എന്താണ്? CH3-യും O-യും ഇതാണ് സബ്സ്റ്റന്റ്. ഒരു CH3-യും O-യും. ഇപ്പം മീത്തോക്സി, മീത്തോക്സി മീഥൈൽ. ഇതിൻ്റെ പേര് ഇതാണ്, മീത്തോക്സി മീഥൈൽ. CH3 അല്ലേ? പിന്നെ OCH3 സബ്സ്റ്റന്റ് ആയിട്ട് കരുതുക, മീത്തോക്സി മീഥൈൽ. അതുപോലെ മീത്തോക്സി ഈഥേൻ ഉണ്ട്. അങ്ങനെ ഈതേഴ്സിൻ്റെ നെയിമിംഗ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടു, ഇനി പിന്നീട് കാണാം. അപ്പോൾ മീത്തോക്സി മീഥൈൽ. അപ്പോൾ ഈ 2 കോമ്പൗണ്ടുകളും ആൽക്കഹോളും ഈതറും എന്താണ്? ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ആൽക്കഹോൾ ആൻഡ് ഈതർ ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്. ആ ജോഡി നമ്മൾ ശ്രദ്ധിക്കണം. ആൽക്കഹോൾ ആൻഡ് കറസ്പോണ്ടിങ് ഈതർ. ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അവിടെ ആരെക്കുറിച്ച് ചിന്തിക്കണം? ഈതറിനെ കുറിച്ച് ചിന്തിക്കണം. അടുത്തൊരു കോമ്പൗണ്ട് നോക്കൂ, C3H6O. 3 കാർബൺ, പിന്നെ ഹൈഡ്രജൻ 6 എണ്ണം, 1 ഓക്സിജൻ. ഇവിടെ നമുക്ക് ആൽഡിഹൈഡും കീറ്റോണും വരയ്ക്കും. ഉണ്ടോ? ഇത് ആൽഡിഹൈഡാണ്, ഇത് കീറ്റോണാണ്. CH3 CH2 CHO. ഇത് പ്രൊപ്പനാലാണ്, പ്രൊപ്പനാൽ. ഇതിൻ്റെ പേര് നമുക്കറിയാം, പ്രൊപ്പനാൽ. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ആൽഡിഹൈഡും കീറ്റോണും ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്. ഈ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം, നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആരൊക്കെയാണ്? ആൽക്കഹോൾ, ആൽക്കഹോൾ ആൻഡ് കറസ്പോണ്ടിങ്, ആൽക്കഹോൾ ആൻഡ് കറസ്പോണ്ടിങ് ഈഥർ ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്.
ഫങ്ഷണൽ ഐസോമേഴ്സ്, ആൽക്കഹോളും ഈതറും. അതിൽ ആൽഡിഹൈഡും കീറ്റോണും. ആൽഡിഹൈഡ് ആൻഡ് കറസ്പോണ്ടിങ് കീറ്റോൺ ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്. ഇങ്ങനെ കുറേ ജോഡികളുണ്ട് ഫങ്ഷണൽ ഐസോമേഴ്സ്. ഒരു ജോഡിയും കൂടെ എഴുതാം, എക്സാമ്പിൾ എഴുതിയിട്ടില്ല മാത്രം, താല്പര്യമുള്ള കുട്ടികൾക്ക് പിന്നീട് നോക്കാം. ആസിഡും എസ്റ്ററും, കാർബോക്സിലിക് ആസിഡ് ആൻഡ് എസ്റ്റർ carboxylic acid and ester are functional isomers. അപ്പോൾ കുറേ ജോഡികൾ ഇങ്ങനെയുണ്ട്. ആൽഡിഹൈഡും കീറ്റോണും, ആൽക്കഹോളും ഈതറും അല്ലേ, ആൽക്കഹോളും ഈതറും. പിന്നെ ആൽഡിഹൈഡും കീറ്റോണും ഫങ്ഷണൽ ഐസോമേഴ്സാണ്. കാർബോക്സിലിക് ആസിഡും എസ്റ്ററും ഫങ്ഷണൽ ഐസോമേഴ്സാണ്. കാർബോക്സിലിക് ആസിഡ് ആൻഡ് എസ്റ്റർ ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്. ഇനി മറ്റൊരെണ്ണം റിംഗ് ചെയിൻ ഐസോമേഴ്സാണ്. അത് നമ്മൾ പറയാത്തതാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഐസോമേഴ്സ്. റിംഗ് ചെയിൻ ഐസോമേഴ്സം എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഫങ്ഷണൽ ഐസോമേഴ്സമാണ്. അപ്പോൾ ഫങ്ഷണൽ ഐസോമേഴ്സത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്. നമ്മളൊരു പ്രത്യേക പേര് പറഞ്ഞു എന്ന് മാത്രം. റിംഗ് ചെയിൻ ഐസോമേഴ്സം. Ring chain isomerism arises due to the difference in the mode of linking of carbon atoms. റിംഗ് ചെയിൻ ഐസോമറിസം ഉണ്ടാവുന്നത് കാർബൺ ആറ്റത്തിൻ്റെ കൂടിച്ചേരലിൽ ഉള്ള വ്യത്യാസം കൊണ്ടാണ്. കാർബൺ ആറ്റംസ് കൂടിച്ചേരുന്ന രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ റിംഗ് ചെയിൻ ഐസോമറിസം arises due to the difference in the mode of linking of carbon atoms. ഇതൊരു തരം ഫങ്ഷണൽ ഐസോമറിസമാണ്. നമുക്ക് നോക്കാം. C3H6 ഇത് ആൽക്കീനാണ് അല്ലെങ്കിൽ സൈക്ലോ ആൽക്കീനാണ്. നോക്കൂ, ഇവിടെ 3 കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് 3 കാർബൺ ആറ്റങ്ങൾ? റിംഗ് ആയിട്ടാണ്. പ്രൊപ്പീൻ, മറ്റൊന്ന് സൈക്ലോപ്രൊപ്പീൻ. ഇവിടെ റിംഗ് ഫോമിലാണ്, ഇവിടെ അല്ലേ ഓപ്പൺ ആയിട്ടാണ്. അപ്പം അതുകൊണ്ട് കാർബൺ ആറ്റങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്ന രീതിയിലാണ് വ്യത്യാസം. അതുകൊണ്ട് ഇത് റിംഗ് ചെയിൻ ഐസോമറിസമാണ്. ഒരെണ്ണം ഓപ്പൺ ആയിരിക്കും, മറ്റൊരെണ്ണം റിംഗ് ആയിരിക്കും. കാണുമ്പോൾ തിരിച്ചറിയാം. ഇനി റിംഗ് ചെയിൻ എന്ന് പറയുന്ന ചോയ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇതൊരു തരം ഫങ്ഷണൽ ഐസോമറിസം ആണെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തത് മെറ്റാമറിസം. മെറ്റാമറിസം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. എന്താണ് മെറ്റാമറിസം? ഒരു എക്സാമ്പിൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം ഡെഫിനിഷൻ പറയാം. മെറ്റാമറിസം arises due to the difference in the number of carbon atoms on either side of the functional group. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 സൈഡിലുമുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നാൽ മെറ്റാമറിസമായി. ഒരു എക്സാമ്പിൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. നോക്കൂ, ഇവിടെ ഓക്സിജൻ്റെ 2 സൈഡും നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ, റൈറ്റ് സൈഡിലും 2 കാർബൺ. ഇതിൻ്റെ പേര് ഈത്തോക്സി ഈഥേൻ എന്നാണ്. OCH2CH3. ഇത് ഈത്തോക്സി ഈഥേൻ എന്നാണ്. ഓക്കെ, ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ 1 കാർബൺ, റൈറ്റ് സൈഡിൽ 3 കാർബൺ. ഇതിൻ്റെ പേര് എളുപ്പമാണ്. ഇതാണ് പേരന്റ്. 1, 2, 3 കാർബൺ ആറ്റമുള്ള പേരന്റ് ചെയിൻ വലുതായിരിക്കണം. അപ്പോൾ മീത്തോക്സി എന്ന് പറഞ്ഞാൽ മതി. 1 എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. മീത്തോക്സി 1 എന്ന് പറഞ്ഞാൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ഈ OCH3 ഇവിടെ വന്നാൽ 2 മീത്തോക്സിയാണ്. അപ്പോൾ ഇത് 1 മീത്തോക്സിയാണ്. അപ്പോൾ 1 മീത്തോക്സി പ്രൊപ്പൈൻ. തിരിച്ചു പറയരുത്. പ്രൊപ്പോക്സി മീഥെയിൻ എന്നൊന്നും പറയരുത്. മീത്തോക്സി പ്രൊപ്പൈനാണ്. 1 മീത്തോക്സി പ്രൊപ്പൈൻ. ഈ CH3O ആണ് ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂന്റ്. CH3O അതൊരു വേറെ കളറിൽ എഴുതിയാൽ മതി. CH3O ആണ് സബ്സ്റ്റിറ്റ്യൂന്റ്. അപ്പോൾ മീത്തോക്സി ഇത് 1ാമത്തെ കാർബണിൻ്റെ മേലെയാണ്. അപ്പോൾ 1ാമത്തെ കാർബണിൻ്റെ മേലെ മീത്തോക്സി, 1 മീത്തോക്സി പ്രൊപ്പൈൻ. അപ്പോൾ ഇവിടെ വ്യത്യാസം മനസ്സിലായി. ഓക്സിജൻ്റെ 2 സൈഡിലുമുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം വ്യത്യാസമുണ്ട്. ഇവിടെ 2, ഇവിടെയാണെങ്കിൽ 1, 3 ഉണ്ടോ? ഒരു ഒരു CH2 ഇപ്പുറത്തേക്ക് ചാടും. അപ്പം അതുകൊണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 സൈഡിലുമുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം വ്യത്യാസമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഐസോമറിസത്തിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമറിസം. അപ്പം സ്ട്രക്ചറൽ ഐസോമറിസം
സ്ട്രക്ചർ വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ് ഉണ്ടാവുന്നത്. 4 ടൈപ്പ് ഉണ്ട്: ചെയിൻ, പൊസിഷൻ, ഫങ്ഷണൽ. ഫങ്ഷണൽ എന്നുള്ളതിൽ ഒരു ടൈപ്പ് അധികം പഠിച്ചു: റിംഗ് ചെയിൻ, ഐസോമറിസം. ലാസ്റ്റ് വൺ ഏതാണ്? മെറ്റാമറിസം. ഇതിന് എക്സാമ്പിൾസ് ഒക്കെ ധാരാളമുണ്ട്. ഫോക്കസ് ഏരിയ ക്ലാസ് ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് നോട്ട് ചെയ്യണം. ഇതുപോലെയുള്ള മറ്റ് എക്സാമ്പിൾസ് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പരീക്ഷയ്ക്ക് പ്രയാസം വരാൻ സാധ്യതയില്ല. ഓക്കെ, ഇതോടുകൂടി ഈ ഫോക്കസ് ഏരിയ തീർന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.